ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മുടെ ധ്യാനത്തിൻ്റെ 10-ാം ദിവസമായ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. യേശു പിതാവിൻ്റെ മരണത്തിരുന്നാളാണ്. ഈ പുണ്യസുദിനത്തിൻ്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏറെ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ നേരുകയാണ്. പ്രത്യേകിച്ചും ജോസഫ് നാമധാരികളായ എല്ലാവർക്കും യേശു പിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ നിരവധിയായ ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും തിരുനാളിൻ്റെ ആശംസകൾ വ്യക്തിപരമായി നേരുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, യേശു പിതാവ് വളരെ നിശബ്ദനായി കടന്നുപോയ ഒരു വ്യക്തിയാണ്. വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ ദൈവസന്നിധിയിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃക എപ്പോഴും ആദരണീയമാണ്, കരണീയമാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബജീവിതത്തിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം തരണം ചെയ്തതെന്ന് നമ്മൾ സുവിശേഷത്തിലൂടെ വായിക്കുന്നുണ്ട്. ഇന്ന് ബ്രദർ സാജൻ നെല്ലിമലമറ്റം യേശു പിതാവിൻ്റെ ആ ജീവിത മാതൃക നമ്മൾ എപ്രകാരം പ്രായോഗികമാക്കണമെന്ന് അദ്ദേഹം നമ്മോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ നമുക്ക് ശ്രമിച്ചുകൊണ്ട് യേശു പിതാവിൻ്റെ ജീവിത മാതൃക പ്രായോഗികമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് മാർച്ച് മാസം 19-ാം തീയതി വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മരണത്തിരുന്നാൾ നമ്മൾ ആചരിക്കുന്ന ദിവസമാണ്. വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥത നിങ്ങൾക്കെല്ലാവർക്കും വലിയ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യോസേപ്പ് പിതാവിനെ കുറിച്ചാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 19 മുതലുള്ള വാക്യങ്ങളിലാണ് യോസേപ്പ് പിതാവിനെ കുറിച്ച് നമ്മൾ കാണുക. യോസേപ്പ് പിതാവിനെ കുറിച്ച് അവിടെ പറയുന്ന ഒരു വാക്ക് സത്യത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ യോസേപ്പ് പിതാവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ഒറ്റയൊരു വാക്കേ പറയുന്നുള്ളൂ. അത് അവൻ നീതിമാനായിരുന്നു എന്നാണ്. അവൻ നീതിമാനായിരുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ആ ഒരു വാക്കിൽ പൂർത്തീകരിച്ചിരിക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥം യോസേപ്പ് പിതാവ് നീതിമാനായിരുന്നു എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ആ ഒരു വാക്കിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞു. എന്താണ് നീതിമാൻ എന്ന വാക്കിൻ്റെ അർത്ഥം? സാധാരണ നമ്മൾ പറയുന്ന ഭാഷ അർഹമായത് അർഹിക്കുന്നവന് നൽകുന്നതാണ് നീതി എന്ന് പറയാറുണ്ട്. ഇത് മാനുഷിക നീതിയാണ്. നീതി എന്ന വാക്കിന് മനുഷ്യൻ നൽകുന്ന വ്യാഖ്യാനമാണ്, അർത്ഥമാണ് അർഹമായത് അർഹിക്കുന്നവന് നൽകുക എന്നുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ നീതി എന്ന വാക്കിന് എന്താണ് അർത്ഥം? വിശുദ്ധ ഗ്രന്ഥത്തിന് നീതി എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവസന്നിധിയിലുള്ള സ്വീകാര്യത എന്നാണ്. അല്ലെങ്കിൽ നീതി എന്നതുകൊണ്ട് അർത്ഥമാക്കുക സ്വീകാര്യത. ദൈവസന്നിധിയിൽ ഒരു വ്യക്തി സ്വീകാര്യനായിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഗ്രന്ഥം ഒരു വ്യക്തിയെ നീതിമാനെന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം. യോസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളെയൊക്കെ സ്വാധീനിക്കേണ്ട വാചനം ഇത് തന്നെയാണ്.
യോസേപ്പ് പിതാവ് ദൈവസന്നിധിയിൽ സ്വീകാര്യനായ മനുഷ്യനായിരുന്നു. അത് കൂടുതൽ യാതൊന്നും ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനില്ല. ഈ ഭൂമിയിൽ നമ്മൾ അനേകം വ്യക്തികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ നീതിമാനായിരുന്നു. നീതിമാനായിരുന്നുവെന്ന് ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ആ വ്യക്തി ദൈവസന്നിധിയിൽ സ്വീകാര്യതയുള്ള വ്യക്തി എന്നാണ്. അപ്പോൾ തീർച്ചയായും യോസേപ്പ് പിതാവിൻ്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹം ദൈവസന്നിധിയിൽ നീതിപൂർവം പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ദൈവസന്നിധിയിൽ സ്വീകാര്യതമായ ജീവിതമാണ് നയിച്ചത്. ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ഒരു ജീവിതം നയിച്ച് ലോകത്തിന് മുഴുവൻ മാതൃക നൽകി. കന്യകകളുടെ സംരക്ഷകനായി, വിശ്വാസികളുടെ സംരക്ഷകനായി ഇന്ന് നമ്മുടെയൊക്കെ സ്വർഗീയ മധ്യസ്ഥനായി വർത്തിക്കുന്ന യോസേപ്പ് പിതാവിനോട് ഈ ദിവസം നമുക്ക് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ സ്വീകാര്യതയോടെ പ്രവർത്തിച്ച് യോസേപ്പ് പിതാവിൻ്റെ മാതൃകയനുസരിച്ച് മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ സാധ്യമാണ്. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണും, പരിശുദ്ധ മറിയവുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന യോസേപ്പ് അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കി. അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. യോസേപ്പ് പിതാവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് ഒരാളെ പോലും അപമാനിക്കാൻ, ഒരാളെ പോലും പുച്ഛിക്കാൻ, ഒരാളെ പോലും കൊച്ചാക്കി കാണാൻ യോസേപ്പ് പിതാവ് തുനിഞ്ഞില്ല. അതുകൊണ്ടാണ് പറയുന്നത് മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തയ്യാറായി. ഒരുപക്ഷെ അതിൻ്റെ പേരിൽ യോസേപ്പ് പിതാവ് അപമാനിതനാകേണ്ടി വന്നേക്കാം. ലോകത്തിന് മുമ്പിൽ മറിയത്തിൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ അപമാനിതനായി ലോകത്തിൻ്റെ മുമ്പിൽ യോസേപ്പ് പിതാവ് ചിത്രീകരിക്കപ്പെട്ടേക്കാം. അത് കാര്യമായിട്ടെടുക്കാതെ, മറിയത്തിന് അപമാനമുണ്ടാകാതെ, മറിയത്തിന് ദോഷമുണ്ടാകാതെ അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ യോസേപ്പ് പിതാവ് തീരുമാനമെടുക്കുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, അവൻ അതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മളും യോസേപ്പ് പിതാവും തമ്മിലുള്ള വലിയ ഒരു വ്യത്യാസം. എന്താണത്? യോസേപ്പ് പിതാവ് ആലോചിച്ചു. നമ്മളും ആലോചിക്കാറുണ്ട്. ആരോടാണ്? ഇവിടെ യോസേപ്പ് ഒരു തീരുമാനമെടുത്തു, മറിയത്തെ ഉപേക്ഷിക്കാൻ. മറിയത്തെ ഉപേക്ഷിക്കാൻ ആലോചിച്ച് തന്നെയാണ് തീരുമാനം എടുത്തത്. ആ ഒരു തീരുമാനമെടുത്തിട്ട് വീണ്ടും ആലോചിക്കുകയാണ്. അപ്പോൾ യോസേപ്പ് പിതാവ് ആരോടാണ് ആലോചന ചോദിച്ചത്? യോസേപ്പ് പിതാവ് തീരുമാനമെടുത്തു, മറിയത്തെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം. മറിയത്തെ ഉപേക്ഷിക്കാനുള്ള തീരുമാനമെടുത്തിട്ട് യോസേപ്പ് പിതാവ് ചെയ്തൊരു കാര്യം, തൻ്റെ തീരുമാനം ശരിയാണ്, തൻ്റെ തീരുമാനം ദൈവികമാണ്, തൻ്റെ തീരുമാനത്തിന് പ്രസക്തിയുണ്ടോ? ഈ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്?
ഞാൻ എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്? ദൈവമേ, നിൻ്റെ ഇഷ്ടം എന്താണ്, നിൻ്റെ താല്പര്യം എന്താണ്, ഇതിനകത്ത് നിൻ്റെ പദ്ധതി എന്താണ് എന്ന് അറിയുന്നതിന് വേണ്ടി ദൈവസന്നിധിയിൽ യോസേപ്പ് പിതാവ് ആലോചന ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി ഇതാണ്. യോസേപ്പ് പിതാവിന് നമ്മൾ മാതൃകയാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് തന്നെയാണ്. നമ്മൾക്ക് നമ്മുടേതായ തീരുമാനങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നമ്മളുടേതായ ഒരു തീരുമാനം ഉണ്ടാകണം, നമ്മളുടേതായ ഒരു ആലോചന ഉണ്ടാകണം. എന്നാൽ ഈ ആലോചനയും ഈ തീരുമാനവുമായി ദൈവസന്നിധിയിൽ നമ്മളിരിക്കണം. ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ ആലോചന ദൈവികമാണോ, ഇവിടെ ദൈവത്തിൻ്റെ താല്പര്യം എന്താണ്, ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് അന്വേഷിക്കാൻ നമുക്ക് സാധ്യമാകും. നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ധാരാളം ഉണ്ടാകും. ഒരുപക്ഷെ തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റാത്ത പ്രതിസന്ധികളുണ്ടാകും. ആ സമയങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ ഇപ്രകാരം ആലോചന ചോദിക്കാൻ നമുക്ക് സാധ്യമാകണം. അതാണ് നീതിമാൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ ദൈവത്തെ ആശ്രയിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യേകത. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോസേപ്പ് പിതാവ് ഇങ്ങനെ ദൈവസന്നിധിയിൽ ആലോചിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം പറയുകയാണ്, ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ദൈവം ഉത്തരം കൊടുക്കുകയാണ്. നിൻ്റെ തീരുമാനം ശരിയല്ല, നേരെ വിപരീതമാണ് എൻ്റെ തീരുമാനം. നിൻ്റെ തീരുമാനത്തിന് വിപരീതമാണ് എൻ്റെ തീരുമാനം. നീ ആഗ്രഹിച്ചതിന് വിപരീതമാണ് എൻ്റെ തീരുമാനം. നീ പറഞ്ഞതിന് വിപരീതമാണ് എൻ്റെ തീരുമാനം. തൻ്റെ ആഗ്രഹത്തിന് അല്ലെങ്കിൽ തൻ്റെ തീരുമാനത്തിന് വിപരീതമായി ദൈവം സംസാരിച്ചപ്പോൾ, തൻ്റെ തീരുമാനത്തിന് വിപരീതമായി ദൈവത്തിൻ്റെ സ്വരമുണ്ടായപ്പോൾ ആ സ്വരത്തെ സ്വീകരിച്ചു എന്നതാണ് യോസേപ്പ് പിതാവിൻ്റെ മറ്റൊരു പ്രത്യേകത. ആ സ്വരത്തിന് വേണ്ടി, ആ തീരുമാനത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തെ പരിപൂർണമായി സമർപ്പിച്ചു എന്നതാണ് യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത. തൻ്റെ തീരുമാനത്തിന് നേരെ ഘടകവിരുദ്ധമായി ദൈവം പറഞ്ഞപ്പോൾ ആ ദൈവം പറഞ്ഞ തീരുമാനത്തിനു വേണ്ടി മരണം വരെ നിലകൊണ്ടു എന്നതാണ് യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേകത. അവിടെ വചനം പറയുന്നത്, അവൻ കർത്താവ് പറഞ്ഞതനുസരിച്ച്, കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. അപ്പോൾ യോസേപ്പ് പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ചില പ്രത്യേകതകൾ നമ്മൾ കണ്ടത്, ഒന്നാം നീതിമാനായിരുന്നു. രണ്ടാമതായി ആരെയും അപമാനിക്കാതെ തന്നേക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കണ്ട ഒരു വ്യക്തിത്വമായിരുന്നു യോസേപ്പ് പിതാവിൻ്റെ. മൂന്നാമതായി എല്ലാ കാര്യത്തിലും ദൈവസന്നിധിയിൽ ആലോചന ചോദിച്ചിരുന്ന മനുഷ്യനായിരുന്നു യോസേപ്പ് പിതാവ്. നാലാമതായി ദൈവം എന്തു പറഞ്ഞോ അതനുസരിച്ച് ജീവിച്ച ആളാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കാതെ, പിൻപോ നോക്കാതെ എന്തു ദൈവം പറഞ്ഞോ അതുപോലെ പ്രവർത്തിച്ച ആളാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദൈവസന്നിധിയിലുള്ള ആലോചന എന്ന് പറയുമ്പോൾ, ഹെരോദോസ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ തീരുമാനിക്കുമ്പോൾ യോസേപ്പിനോട് ദൈവദൂതൻ പറഞ്ഞു, ഈജിപ്തിലേക്ക് പോവുക. നാളുകൾക്ക് ശേഷം ഈജിപ്തിൽ നിന്ന് നസ്രത്തിലേക്ക് വരിക. ഇതെല്ലാം ദൈവസന്നിധിയിലുള്ള ആലോചനയുടെ ഭാഗമാണ്. ദൈവസന്നിധിയിൽ നിരന്തരം ആലോചന ചോദിച്ചിരുന്ന മനുഷ്യൻ, നാലാമതായി ദൈവം പറഞ്ഞത് അതേപടി അനുസരിച്ച മനുഷ്യൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം പറഞ്ഞത് അതേപടി അനുസരിച്ച യോസേപ്പ് മറിയത്തെ സ്വീകരിക്കുമ്പോൾ, രാജവംശത്തിൽ പിറന്ന യോസേപ്പ്, ദാവീദിൻ്റെ വംശം രാജവംശമാണ്, ആ വംശത്തിൽ പിറന്ന യോസേപ്പ്
ശീതള ഛായയിലല്ല ജീവിതം മുന്നോട്ട് പോയത്. തുടർന്നങ്ങോട്ട് കഷ്ടപ്പാടുകളും വേദനകളും ദുരിതങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടായി. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെ കൂട്ടിക്കൊണ്ട് നസറത്തിൽ നിന്ന്, ഗലീല പ്രദേശത്ത് നിന്ന് ബെത്ലഹേമിലേക്കുള്ള യാത്ര. ഇപ്പോൾ ഇസ്രായേലിൽ ചെന്നാൽ റോഡുകളെല്ലാം ഹൈടെക്കാണ്. ഹൈടെക്ക് വാഹന സൗകര്യങ്ങളുണ്ട്. എങ്കിപ്പോൾ ആ സമയത്ത് പോലും മണിക്കൂറുകൾ യാത്ര ചെയ്യണം യോസേപ്പ് പിതാവിൻ്റെ വീട്ടിൽ നിന്ന് ബെത്ലഹേമിലേക്ക് എത്തണമെങ്കിൽ. അന്ന് എത്ര ബുദ്ധിമുട്ടിയായിരിക്കും ആ യാത്ര. ബെത്ലഹേമിലായിരിക്കുമ്പോൾ തല ചായ്ക്കാനൊരിടമില്ലാതെ നട്ടം തിരിഞ്ഞ യോസേപ്പ് പിതാവിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഏതൊരപ്പൻ്റെയും ഏതൊരു ഭർത്താവിൻ്റെയും ഏറ്റവും വലിയ ഉത്കണ്ഠ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ഉത്കണ്ഠ തൻ്റെ ഭാര്യ പ്രസവ സമയം എടുക്കുമ്പോൾ ഒരു നല്ല സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അനേകം ഭർത്താക്കന്മാർ പറഞ്ഞിട്ടുള്ള കാര്യം. ഏതൊരപ്പൻ്റെയും വലിയ ആഗ്രഹമാണ്, അഭിലാഷമാണ് തൻ്റെ കുഞ്ഞിന് ഒരു നല്ല ജന്മസ്ഥലം ഒരുക്കുക, ആ കുഞ്ഞിനെ സാമാന്യം നല്ല രീതിയിൽ വളർത്തുക. ഇതെല്ലാം നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് വിശുദ്ധ യോസേപ്പ്. ബെത്ലഹേമിൽ നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ കൈ നീട്ടി ഒരു കിടപ്പാടത്തിന് വേണ്ടി യാചിക്കേണ്ടി വന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അറിയാൻ ജനിക്കാൻ പോകുന്നത് സാധാരണ ഒരു കുഞ്ഞല്ല, ദൈവകുമാരനാണ്, ദൈവപുത്രനാണ്. ആ ദൈവപുത്രന് ജന്മം നൽകാൻ വേണ്ടി വാതായനങ്ങൾ മുട്ടി തകർന്ന ഹൃദയത്തോടെ, നുറുങ്ങുന്ന മനസ്സോടെ, നിറയുന്ന കണ്ണുകളോടെ നൂറുകണക്കിന് ആളുകളോട് തൻ്റെ ഭാര്യയ്ക്ക് ഒരല്പം കിടപ്പാടം, അവളുടെ കടിയൂപുത്രനെ പ്രസവിക്കാൻ ഒരിടം യോസേപ്പ് തിരക്കി. ഒരിടത്തും കിട്ടിയില്ല. ആ നുറുങ്ങുന്ന ഹൃദയത്തോടെ, നിറയുന്ന കണ്ണുകളോടെ മറിയത്തെ കൂട്ടി യോസേപ്പ് പോയത് ഒരു കാലിത്തൊഴുത്തിലേക്കാണ്. ആ കാലിത്തൊഴുത്തിൻ്റെ ശൂന്യതയും ആ കാലിത്തൊഴുത്തിൻ്റെ ദാരിദ്ര്യവും മറിയവും യോസേപ്പും ജീവിതത്തിൽ ഒന്നിച്ച് സ്വീകരിച്ചു. അവരൊന്നിച്ച് സ്വീകരിച്ചു. പരിശുദ്ധ മറിയം തൻ്റെ കടിഞ്ഞൂൽ പുത്രന് ജന്മം നൽകുമ്പോൾ, ഈശോ മെശിഹായെ പ്രസവിക്കുമ്പോൾ പുറത്ത് നെഞ്ചുപൊട്ടിക്കരഞ്ഞ്, എൻ്റെ ദൈവമേ, നിൻ്റെ മകന് ജനിക്കാൻ ഈ ഭൂമിയിൽ ഒരിറ്റ് സ്ഥലം, ഒരു നല്ല സ്ഥലം കാണിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലല്ലോ എന്ന് വേദനിക്കുന്ന ഒരു യോസേപ്പിനെ നമുക്ക് പരിചയപ്പെടണം ഈ ദിവസം. ദൈവസന്നിധിയിൽ വാവിട്ട് നിലവിളിക്കുന്ന ഒരു യോസേപ്പ്. ദൈവമേ, നിൻ്റെ കുമാരന്, നിൻ്റെ തിരുപുത്രന് ജന്മം നൽകാൻ ഈ കാലിത്തൊഴുത്ത് മാത്രമാണ് ഈ ഉള്ളവന് കാണിച്ചു കൊടുക്കാൻ പറ്റിയത്. ഈ കന്നുകാലിക്കൂട്ടിൽ, ഈ പശുമൂത്രത്തിൻ്റെ, ഈ പശു ചാണകത്തിൻ്റെ, ഈ വൈക്കോൽ കൂനയിൽ ഇടയിൽ നിൻ്റെ പുത്രന് ജന്മം നൽകാൻ അത്രമാത്രം നിവൃത്തി കെട്ടവനായി ഞാൻ മാറിയല്ലോ എന്ന യോസേപ്പിൻ്റെ വേദന, നൊമ്പരം ജീവിതത്തിലുണ്ടാകും. നാം തിരിച്ചറിയണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അത് വലിയ വേദനാജനകമായൊരു കാര്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബനാഥന്മാർ, അനേകം കുടുംബനാഥന്മാർ പങ്കുവച്ചിട്ടുള്ള കാര്യം, എന്നെ ശ്രവിക്കുന്ന അനേകം കുടുംബനാഥന്മാരുണ്ട്.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നിന് പുറകെ ഒന്നായി ജീവിതത്തിൻ്റെ രണ്ടറ്റവും തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന നമ്മൾ. ഒരുപക്ഷെ വൈകിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ മുഖത്തേക്ക് ദയനീയതയോടെ നോക്കുന്ന മക്കളെ, കണ്ണുകളിലേക്ക് പോലും നോക്കാൻ നിവൃത്തിയില്ലാത്ത അപ്പന്മാർ ഒരുപക്ഷെ ഇന്ന് തന്നെ ശ്രവിക്കുന്നുണ്ടാകും. ഒരു വീടില്ലാത്തതിൻ്റെ പേരിൽ ഉറ്റവരും ഉടയവരും ജീവിതത്തിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ കൈകഴുകി മാറി നിന്നപ്പോൾ, ഒരു വീടില്ല, ഒരു തൊഴിലില്ല, ജീവിതത്തിൽ അനേക നിസ്സഹായ അവസ്ഥകളുണ്ടായപ്പോൾ സഹായിക്കേണ്ടവരൊക്കെ മാറി നിന്ന ഘട്ടങ്ങളുണ്ടായപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ നെടുവിൽപ്പെട്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബനാഥന്മാരെ, നിങ്ങൾക്ക് ഒരു മധ്യസ്ഥനുണ്ട്. നിങ്ങൾക്ക് മുമ്പേ ഇതേ പീഡകൾ സ്വീകരിച്ച, ഇതേ ജീവിതത്തിൻ്റെ സാഹചര്യത്തിലൂടെ കടന്നുപോയി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് എനിക്കും നിങ്ങൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന യൗസേപ്പ് എന്ന കുടുംബനാഥൻ, യൗസേപ്പ് എന്ന കുടുംബനാഥൻ ജീവിതത്തിൽ പരദേശിയായിരുന്നു, ജീവിതത്തിൽ അലഞ്ഞു നടന്നവനായിരുന്നു. ഇല്ലോളം പോകുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് മാറോട് ചേർത്ത് കിലോമീറ്ററുകൾ താണ്ടി ഒളിച്ചോടിയവനായിരുന്നു. അപമാനഭാരം ഏറ്റെടുത്തവനായിരുന്നു. ഇതൊക്കെ ജീവിതത്തിൽ യൗസേപ്പ് പിതാവ് സ്വീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ വക ജീവിത സാഹചര്യങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു മധ്യസ്ഥനുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ വ്യക്തിപരമായ ഒരനുഭവമാണത്. ജീവിതത്തിൽ അനേകം പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്. അനേകം പ്രതിസന്ധികൾ സഹായിക്കും എന്ന് മനസ്സിൽ കരുതിയവരൊക്കെ കൈയൊഴിഞ്ഞ ജീവിതത്തിൻ്റെ നിമിഷങ്ങളിൽ ഒക്കെ, ജീവിതത്തിൻ്റെ വലിയ പ്രതിസന്ധികളിലൊക്കെ മനസ്സിൽ യൗസേപ്പ് പിതാവിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുമ്പോൾ, ആ പിതാവിൻ്റെ മധ്യസ്ഥം ചോദിക്കുമ്പോൾ അസാധാരണകരമായ ഒരു ശക്തി ലഭിക്കുന്നത് പോലെ, അടയ്ക്കപ്പെട്ട പല വാതായനങ്ങളും തുറക്കുന്ന അനുഭവങ്ങൾ, ജീവിതത്തെ നേരിടാൻ ഒരു വലിയ സ്വർഗീയ ശക്തി ലഭിക്കുന്ന അനുഭവം ഒന്നല്ല 1000 വട്ടം ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, നിങ്ങൾ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ കുടുംബത്തിൻ്റെ നാഥൻ എന്ന നിലയിൽ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നിങ്ങൾ പാടുപെടുമ്പോൾ, ഭാര്യ അറിയാതെ, മക്കളറിയാതെ, പ്രിയപ്പെട്ടവരറിയാതെ നിങ്ങളുടെ ഇടനെഞ്ച് കീറും, ഇടനെഞ്ച് നുറങ്ങുമ്പോൾ, നിങ്ങളുടെ കണ്ണു നിറയുമ്പോൾ, അങ്ങനെ ജീവിച്ച ഒരു മനുഷ്യൻ നമുക്ക് മുൻപിലുണ്ടായിരുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക. വിശുദ്ധ യൗസേപ്പിനെ നമ്മൾ കാണുക തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ടാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ രാജകുടുംബത്തിൽ ജനിച്ചുവെങ്കിലും അദ്ദേഹം ചെയ്തത് തച്ചൻ്റെ പണിയാണ്. ഈ കാലയളവിൽ ജോലിയുടെ മഹത്വം നമ്മൾ അന്വേഷിക്കുന്നവരാണ്. കുടുംബം പോറ്റാൻ, മക്കളെ പോറ്റാൻ, ജീവിതം മുന്നോട്ട് നയിക്കാൻ മാന്യമായ അല്ലെങ്കിൽ നീതിപൂർവമായ ഏത് തൊഴിലും ചെയ്യാൻ വിശുദ്ധ യൗസേപ്പ് പിതാവ് നമുക്ക് മാതൃകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധിയുടെ നിറകുടമായ വിശുദ്ധ യൗസേപ്പ്, ശുദ്ധതയുടെ പൂർണ്ണതയായ വിശുദ്ധ യൗസേപ്പ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ വിശുദ്ധമാക്കി തീരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഈ കാലഘട്ടത്തിൽ
നമ്മളുടെ കുട്ടികളൊക്കെ പല രീതിയിൽ പലതരത്തിൽ ചിത്രിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. വിശ്വാസത്തിൽ നിന്ന് തെറ്റായ ബന്ധങ്ങളിൽ ഒക്കെ ചിതറിക്കപ്പെടുന്ന കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിശുദ്ധിയുടെ പൂർണ്ണനിലമായ വിശുദ്ധ ഔസേപ്പിന് നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും ഒക്കെ സമർപ്പിക്കാൻ ഈ ദിവസം നമുക്ക് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നൽമരണത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ്, വിശുദ്ധിയുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പ്, ശുദ്ധതയുടെ പൂർണ്ണമായ വിശുദ്ധ ഔസേപ്പ്, തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനും പാലകനുമായ വിശുദ്ധ ഔസേപ്പ് നമ്മളെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെയും നമ്മുടെ ജീവിതങ്ങളെയും ദൈവസന്നിധി സമർപ്പിക്കട്ടെ. തീക്ഷ്ണതയോടെ ഔസേപ്പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹപ്രദമാകാൻ, ദൈവേഷ്ടം നിറവേറ്റുന്നവരായി തീരാൻ, ദൈവം കൽപ്പിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരായി മാറാൻ ഔസേപ്പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ ഔസേപ്പിനോടൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞങ്ങൾക്കും ഇടയാകട്ടെ എന്ന് നീതിമാനായ ആ പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ എല്ലാ മധ്യസ്ഥവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ. പ്രത്യേകിച്ച് എല്ലാ ജോസഫ് നാമധാരികൾക്കും വലിയ ദൈവകൃപയുണ്ടാകട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ഔസേപ്പിതാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഔസേപ്പിതാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ബ്രദറിലൂടെ കേൾക്കുകയായിരുന്നു. ഈ പുണ്യാത്മാവിൻ്റെ ജീവിത മാതൃക നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തിപരമായ ജീവിതത്തിലുമൊക്കെ ഏറെ പ്രസക്തിയുള്ളതാണ്. ഔസേപ്പിതാവിൻ്റെ ബഹളങ്ങളില്ലാത്ത നിശബ്ദമായ ജീവിതത്തിൻ്റെ ശൈലി നമ്മളൊക്കെ സ്വാംശീകരിച്ചിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങൾ എത്രയോ പവിത്രങ്ങളായി മാറുമായിരുന്നു. ബഹളങ്ങളിൽ നിന്ന്, കലഹങ്ങളിൽ നിന്ന് ഒക്കെ ശാന്തത ആർജിക്കുമായിരുന്നു. അതിനൊക്കെയുള്ള വലിയ ജീവിത മാതൃകയാണ് അദ്ദേഹം നമുക്ക് നൽകുന്നത്. ആ ജീവിത മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ വിശുദ്ധീകരിക്കുന്നതിന് വേണ്ടി നമുക്ക് ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സംരക്ഷണം കരുതലും നാം എല്ലാവരോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.